എനിക്കറിയാം. അത് ഞാൻ പറയണത് ആക്ച്വലി സത്യാവസ്ഥ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയണത് ഷോർട്ട് ഫിലിം ഭയങ്കര മകളിപ്പുറം ചെയ്തമാതിരി ഭയങ്കര ക്ലാരിറ്റി ആയിട്ട് പ്രസൻറ്റ് ചെയ്തൊന്നും ഞാൻ ഒരിക്കലും ബാധിക്കില്ല. പക്ഷേ എൻ്റെ എഫേർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് കഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ ഓരോരുത്തർ പണ്ട് ഒരു 6 വർഷം മുമ്പുള്ള കഥയാണത്. നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ വൈറലാക്കി കളിയാൽ നമുക്ക് ഭയങ്കര റവന്യൂ കിട്ടുക മറ്റുള്ളവർ എല്ലാവരും പോലെ ചിന്തിച്ച ഒരു ടൈം പീരീഡിൽ ഷോർട്ട് ഫിലിം ചെയ്യണം. അപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, അവരുടെ പേര് പറയാൻ പറഞ്ഞിട്ടുണ്ട്, സുജിത്ത് പറയും. സുജിത്ത് വേണ്ടൊരാൾ അവൻ്റെ പൈസ എനിക്ക് തന്നതാണ്. ഇപ്പോഴും പറയുക അവൻ ഇപ്പോഴും എൻ്റെ അടുത്തൊരു എക്സ്പെക്റ്റേഷൻ ആണ്, നാളെ പറഞ്ഞു ചെയ്യുമോ, എൻ്റെ കഥകളൊക്കെ ഇഷ്ടമാണ്. എനിക്കൊരു സ്റ്റോറി ടെല്ലിങ് അവനറിയാം. നമ്മൾ സ്റ്റോറി ടെല്ലിങ് ലൈൻ നമുക്കൊരാളത് കഥ പറഞ്ഞ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ ഉള്ളൊരു വിഷയത്തിൽ കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് കഷ്ടപ്പെടുന്ന ഫണ്ടൊക്കെയാണ്, വലിയ ഫണ്ടിൽ തീർത്തൊരു ഷോർട്ട് ഫിലിമാണ്. മലപ്പുറം പോലത്തെ വലിയ സിനിമയുടെ ക്ലാരിറ്റി ഇല്ലെങ്കിലും ഓഡിയൻസീസ് വർക്ക് കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മാളികപ്പുറത്തിൻ്റെയും ഇതിൻ്റെ ഒരു സിമിലാരിറ്റി ഉറപ്പായിട്ട് ഫീൽ ചെയ്യുന്നതാണ് എൻ്റെ മനസ്സ് വരുന്നത്. ഞാൻ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു 1 മിനിറ്റ് പറയുന്നുണ്ട്, നിങ്ങൾ മാളികപ്പുറം പോലത്തെ ഒരു ഷോർട്ട് ഫിലിം മാളികപ്പുറത്തിന് മുന്നേ ചെയ്തു എന്ന് പറയുന്നു. അത് ഉണ്ണിമൂന്തനോട് കഥ പറയാൻ പോയപ്പോൾ കാണിച്ചെന്ന് പറയുന്നു. ഇതിനൊക്കെ എന്ത് അടിസ്ഥാനമാണോ, എന്ത് തെളിവുകളാണ് നമുക്ക് കാണിച്ചു കൊടുക്കുന്നത്? തെളിവ് പറഞ്ഞാൽ ഞാൻ പുള്ളിയെ വീട്ടിൽ പോയി കണ്ടതിൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട്. പുള്ളി ഞാൻ നേരിട്ട് അല്ലാതെ നമുക്ക് ഡിജിറ്റലി കാണിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പേപ്പറായിട്ട് എന്തെങ്കിലും തെളിവുകൾ കാര്യങ്ങളുണ്ടോ? പേപ്പർ പറഞ്ഞാൽ ഫോട്ടോസ് തന്നെയാണ്. പുള്ളിയെ പോയി കണ്ട വീട്ടിൽ പുള്ളിക്ക് സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തതിന് എന്തെങ്കിലും ഡിജിറ്റൽ തെളിവുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പുള്ളിയുടെ നമ്പർ ഈ ഷോർട്ട് ഫിലിം അയച്ചു കൊടുത്തതിന്റെ തെളിവ് ഉണ്ടാവുമല്ലോ. അതൊക്കെ 6 വർഷത്തെ കഥയാണ്. അപ്പോൾ ഞാൻ വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു സംഭവം. പുള്ളിയുടെ നമ്പർ അതല്ല, ഇപ്പോൾ എൻ്റെ ഒഫീഷ്യൽ നമ്പർ വർക്കിൻ്റെ ഭാഗമായിട്ട് വേറെ നമ്പറാണ്. പക്ഷേ എൻ്റെ ആ നമ്പർ ചെക്ക് ചെയ്തപ്പോൾ കിട്ടുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ കൊടുത്ത വാസ്തവം തന്നെയാണ്.